ഗ്രീസിന്റെ തലസ്ഥാന നഗരമായ ഏഥൻസിന്റെ ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ഈ അത്ഭുതത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ കഥ പറയാനുണ്ട്. ഗ്രീക്ക് സംസ്കാരത്തിന്റെ പ്രതാപവും ബുദ്ധിയും ഒരേപോലെ വിളിച്ചോതുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിലൊന്ന് ദ അക്രോപോളിസ് ഓഫ് ഏഥൻസ്. അക്രോപോളിസ് എന്ന വാക്കിന്റെ അർത്ഥം ഉയർന്ന നഗരം എന്നാണ്. പുരാതന ഗ്രീസിലെ നഗരങ്ങളിലെല്ലാം ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ഉയരമുള്ള കുന്നിൻ മുകളിൽ ഇത്തരം കോട്ടകൾ പണിയാറുണ്ടായിരുന്നു. എന്നാൽ ഏഥൻസിലെ അക്രോപോളിസ് ആണ് ഇതിൽ ഏറ്റവും പ്രശസ്തമായത്. ഇത് ഓഡിയോൺ ഓഫ് ഹെറോഡസ് ആറ്റിക്കസ്. ഇതൊരു ശിലാതിയേറ്ററാണ്. പണ്ടുകാലത്ത് സംഗീത പരിപാടികളും നാടകങ്ങളും അവതരിപ്പിക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അക്രോപോളിസിലെ പ്രധാന കെട്ടിടങ്ങൾ പണിതതിന് ഏകദേശം 600 വർഷങ്ങൾക്ക് ശേഷം AD 161 റോമൻ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. ഹെറോഡസ് ആറ്റിക്കസ് എന്ന സമ്പന്നനായ ഒരു ഗ്രീക്ക് പ്രഭു തൻ്റെ പത്നിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് പണിതത്. ഏകദേശം 5000 പേർക്ക് ഒരേ സമയം ഇവിടെ ഇരുന്ന് പരിപാടികൾ കാണാൻ സാധിക്കും. പണ്ട് ഇതിന് ലെബനനിൽ നിന്നുള്ള ദേവദാരുമരം കൊണ്ട് നിർമ്മിച്ച ഒരു മേൽക്കൂര ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ആക്രമണങ്ങളിൽ അത് നശിച്ചുപോയി. മൈക്കൊന്നുമില്ലാതെ തന്നെ സ്റ്റേജിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും മുകളിലത്തെ വരിയിലിരിക്കുന്നവർക്കും വ്യക്തമായി കേൾക്കാൻ സാധിക്കും വിധമാണ് ഇതിൻ്റെ നിർമ്മാണം. ഇന്നും ഇവിടെ ലോകപ്രശസ്തമായ സംഗീത പരിപാടികളും നൃത്തങ്ങളും നടക്കാറുണ്ട്. ഇതാണ് അക്രോപോളിസിന്റെ പ്രധാന കവാടം. വലിയ തൂണുകൾ ഇവിടെ തൊട്ടു തുടങ്ങുകയാണ്. ഈ തൂണുകളുടെ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അക്രോപോളിസിന്റെ തൂണുകളുടെ നിർമ്മിതിയും അതിന്റെ വലിപ്പവും ഉയരവുമൊക്കെ ഏറ്റവും അടുത്ത് നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പ്രധാന കവാടം കടന്നാണ് അക്രോപോളിസിന്റെ പ്രധാന കാഴ്ചകളിലോട്ട് നമ്മൾ പോകുന്നത്. പ്രോപ്പിലെ എന്നാണ് ഈ കവാടം അറിയപ്പെടുന്നത്. ഏഥൻസ് എയർപോർട്ടിൽ നിന്നും 43 കിലോമീറ്റർ മാറിയാണ് അക്രോപോളിസ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 490 അടി ഉയരത്തിലാണ് അക്രോപോളിസ് ഓഫ് ഏഥൻസ്. അക്രോപോളിസിന്റെ നിരവധി നിർമ്മിതികൾ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഇന്ന് വളരെ കുറച്ചു മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഈ തൂണുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് പെൻഡലിക് എന്നറിയപ്പെടുന്ന പ്രത്യേകതരം വെളുത്ത മാർബിൾ കൊണ്ടാണ്. കാലപ്പഴക്കം ചെല്ലുന്തോറും ഇതിനൊരു സ്വർണ്ണ നിറം കൈവരുന്നു. ഈ വലിയ തൂണുകൾ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയല്ല, മറിച്ച് ഡ്രമ്മുകൾ പോലെ വട്ടത്തിലുള്ള പല കഷ്ണങ്ങൾ കൃത്യമായി ഒന്നിന് മുകളിലൊന്നായി അടുക്കി വെച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ ഇടയിൽ ഇരുമ്പ് ദണ്ഡുകൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതമെന്തെന്നാൽ ദൂരത്ത് നിന്ന് നോക്കിയാൽ ഇത് ഒറ്റ തൂണായി മാത്രമേ തോന്നുകയുള്ളൂ. ഈ തൂണുകൾ നേരെ മുകളിലേക്കല്ല നിൽക്കുന്നത്. കാഴ്ചക്കാർക്ക് കൃത്യമായ ആകൃതി തോന്നിക്കാനായി ഇവ നേരിയ രീതിയിൽ ഉള്ളിലേക്ക് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അക്രോപോളിസ് കവാടത്തിൽ 2 വ്യത്യസ്തതരം തൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പുറത്ത് കാണുന്ന തടിച്ചതും മുകളിൽ അലങ്കാരങ്ങൾ കുറഞ്ഞതുമായ തൂണുകൾ ഡോറിക് ശൈലിയിലുള്ളതാണ്. ഇവ കരുത്തിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന നീളമുള്ളതും മുകളിൽ ചുരുളുകൾ പോലെ അലങ്കാരങ്ങൾ ഉള്ളതുമായ തൂണുകൾ അയോണിക് ശൈലിയിലുള്ളതാണ്. ഇത് സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നു. അക്രോപോളിസിന് ഏകദേശം 2500 വർഷങ്ങൾ പഴക്കമുണ്ട്. ഗ്രീസിലെ പ്രശസ്ത ഭരണാധികാരിയായിരുന്ന പെരിക്ലിസിന്റെ കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന പ്രധാന കെട്ടിടങ്ങളെല്ലാം നിർമ്മിക്കപ്പെട്ടത്. യുദ്ധസമയങ്ങളിൽ ജനങ്ങൾക്ക് അഭയം പ്രാപിക്കാനുള്ള ഒരിടമെന്നതിലുപരി ഏഥൻസിന്റെ സാമ്പത്തികവും സാംസ്കാരികവുമായ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സ്മാരകം കൂടിയായിരുന്നു ഇത്. ദേവാലയത്തിന്റെ ഭാഗമായും നഗരത്തിന്റെ ഖജനാവായും ഇത് ഉപയോഗിച്ചിരുന്നു. പിന്നീട് തുർക്കികൾ ഇത് വെടിമരുന്ന് സൂക്ഷിക്കുന്ന കേന്ദ്രമാക്കി മാറ്റി. 1687 വെനീഷ്യൻ സൈന്യം അക്രോപോളിസ് ആക്രമിച്ചപ്പോൾ തുർക്കികൾ വെടിമരുന്ന് സൂക്ഷിച്ചിടത്ത് ഒരു പീരങ്കിയുണ്ട പതിച്ചു. വലിയൊരു സ്ഫോടനത്തിൽ അക്രോപോളിസിന്റെ ഭൂരിഭാഗവും തകർന്നു. നമ്മൾ ഈ കാണുന്ന പ്രധാന കെട്ടിടമാണ് പാർഥിനൻ ടെമ്പിൾ. ഏഥൻസിലെ ബുദ്ധിശക്തിയുടെയും യുദ്ധത്തിന്റെയും ദേവിയായ അഥീനയ്ക്കായി സമർപ്പിക്കപ്പെട്ടതാണിത്. BC 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം വാസ്തുവിദ്യയുടെയും കൃത്യതയുടെയും ഉത്തമ ഉദാഹരണമാണ്. ഗ്രീക്കുകാർ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ പാർഥിനൻ ക്ഷേത്രം ഒരു ക്രൈസ്തവ ദേവാലയമായി മാറി. പിന്നീട് തുർക്കികൾ ഗ്രീസ് ഭരിച്ചപ്പോൾ ഇതൊരു മുസ്ലിം പള്ളിയായും ഉപയോഗിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷ് നയതന്ത്രജ്ഞനായ ലോർഡ് എൽജിൻ ഇവിടുത്തെ വിലപിടിപ്പുള്ള പല ശില്പങ്ങളും ഇളക്കി ലണ്ടനിലേക്ക് കൊണ്ടുപോയി. അവ ഇന്നും ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണുള്ളത്. ഇന്ന് അക്രോപോളിസ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുണ്ട്.
സാധാരണയായി വർഷം തോറും 30 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടം സന്ദർശിക്കുന്നത്. 30 യൂറോയാണ് ഒരാളുടെ പ്രവേശന ഫീസ്. അക്രോപോളിസിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും ശ്രദ്ധയോടെയും നടക്കുന്ന ഒന്നാണ്. തകർന്നു വീണ് കിടക്കുന്ന യഥാർത്ഥ ശില്പങ്ങളും മാർബിൾ കഷ്ണങ്ങളും കണ്ടെത്തി അവ പഴയതുപോലെ തന്നെ കൂട്ടിയിണക്കുന്ന രീതിയാണിത്. പുതിയ മാർബിൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. പുതിയത് ഉപയോഗിക്കേണ്ടി വന്നാൽ പോലും അത് പഴയ പെൻഡലിക് ഖനികളിൽ നിന്നുള്ള മാർബിൾ തന്നെ ഉപയോഗിക്കുന്നു. 19-ാം നൂറ്റാണ്ടിൽ നടന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ കല്ലുകൾ ഉറപ്പിക്കാൻ ഇരുമ്പ് ദണ്ഡുകൾ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാലക്രമേണ ഇവയ്ക്ക് തുരുമ്പ് പിടിക്കുകയും മാർബിളിൽ വിള്ളൽ വീഴാൻ കാരണമാവുകയും ചെയ്തു. ഇപ്പോൾ ഈ ഇരുമ്പ് മാറ്റുന്നതിനായി ടൈറ്റാനിയം കൊണ്ടുള്ള ദണ്ഡുകളാണ് ഉപയോഗിക്കുന്നത്. ഏതൻസ് നഗരത്തിലെ വായു മലിനീകരണം മാർബിൾ കല്ലുകളുടെ നിറം മാറുന്നതിനും അവ അലിയുന്നതിനും കാരണമായിരുന്നു. ഇത് തടയാൻ ലേസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കല്ലുകൾ വൃത്തിയാക്കി വരുന്നു. അത്യപൂർവമായ പല ശില്പങ്ങളും വെയിലും മഴയുമേറ്റ് നശിക്കാതിരിക്കാൻ അവ കുന്നിൻ മുകളിൽ നിന്നും മാറ്റി താഴെയുള്ള അക്രോപോളിസ് മ്യൂസിയത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഓരോ വർഷവും 30 ലക്ഷത്തിലധികം സഞ്ചാരികളാണ് ഈ വിസ്മയം കാണാനെത്തുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന രൂപത്തിലേക്ക് അക്രോപോളിസിനെ മാറ്റിയെടുക്കാൻ പതിറ്റാണ്ടുകൾ നീണ്ട ശാസ്ത്രീയമായ പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ചും പഴയ മാർബിൾ കല്ലുകൾ കൂടി യോജിപ്പിച്ചും ഈ പൈതൃകത്തെ വരും തലമുറയ്ക്കായി സംരക്ഷിച്ചു വരികയാണ് ഗ്രീസ്. അസ്തമയ സൂര്യന്റെ പ്രകാശം ഈ കാഴ്ചകളെ കൂടുതൽ മനോഹരമാക്കുന്നു. നിങ്ങൾ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. എല്ലാ ദിവസവും അക്രോപോളിസ് കവാടം അടയ്ക്കുമ്പോൾ ഗ്രീക്ക് സൈന്യം കവാടത്തിനുള്ളിലെ ഗ്രീക്ക് പതാക അഴിച്ചുകൊണ്ടുപോകും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണുവാനായി മാറ്റിവെച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. ഈ ഫാമിലി ഓറിയൻറ്റഡായ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം.